നെടിയവനായി കുറിയവനായി ഇരിക്കുന്ന നീ പോത്തിനെയും മേച്ച് കരടിക്കൂട്ടത്തിൽ നീയും നിന്റെ ചങ്ങാതികളുമായി കളിച്ചു നടക്കുന്ന കരിങ്കുട്ടിച്ചാത്ത, ഞാൻ ചൊല്ലിയിടത്ത് വന്ന് കല്ലിട്ട് വടി. അത് വായുതത്വം, പറവക്കുട്ടിയെന്നും അത് ഗരുഡൻകുട്ടിയെന്നും, അല്ലാതെ പറയരെന്ന് പറഞ്ഞ സമുദായം ദേവത വെച്ച് ആരാധിച്ച ഒരു മൂർത്തിയായിട്ടുമൊക്കെ പറയുന്നുണ്ട്. പക്ഷിപീഠ സർപ്പദോഷ നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിങ്കുട്ടിച്ചാത്തൻ്റെ സേവാവിധിയും കുറച്ച് മന്ത്രങ്ങളും അതുപോലെ ചരിത്രപരമായ കല്ലടിക്കോടുമായുള്ള ബന്ധത്തിനെക്കുറിച്ചൊക്കെയാണ്. വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രപരമായുള്ള കുറച്ച് അറിവുകളൂടെ പറയുന്നതാണ്. എല്ലാവരും ചോദിക്കുകയുണ്ടായി കരിങ്കുട്ടിസ്വാമിയുടെയോ അല്ലെ വിഷ്ണുമായയുടെയൊക്കെ മന്ത്രങ്ങളും പ്രയോഗങ്ങളും പറയാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകൾ ഉപാസിക്കുന്നതും തേടിപ്പോകുന്നതുമായ മൂർത്തികളാണ് ഇവർ. കല്ലടിക്കോട് മലവാരത്തും അല്ലാതെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചും വളരെ അധികം ആളുകൾ സേവകളായിട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾ അതിൻ്റെ കർമ്മങ്ങളും ഗുരുപദേശങ്ങളും ഇല്ലാതെയൊക്കെ ചെയ്യുമെന്ന് ഭയന്നാണ് വിഷ്ണുമായയുടേത് പറയാനുള്ളത്. കരിങ്കുട്ടിസ്വാമിയുടെ മന്ത്രങ്ങളും അതുപോലെ നാടൻ ശാബര മലവാര മന്ത്രങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അതിൻ്റെ പൂർണ്ണതയിലൊക്കെ നിങ്ങൾ ഗുരുവിൽ നിന്ന് തന്നെ പഠിക്കുക. ഇന്ന് നിങ്ങളെ കരിങ്കുട്ടി സേവാവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം തന്നെ കരിങ്കുട്ടിയെക്കുറിച്ച് ലളിതമായി ഒന്ന് പറയുന്നു. കല്ലടിക്കോട് മലവാരത്താണ് കരിങ്കുട്ടിയുടെ ഒരു ശക്തിപീഠം അല്ലെ ഒരു കേന്ദ്രമായിട്ട് തന്നെ കാണുന്നത്. കേരളത്തിലെ ഒരു പ്രാദേശിക മാന്ത്രികാനുഷ്ഠാനം എന്നതിന് ഉപരി ഇതൊരു ആഗോളതലത്തിലുള്ള ഒരു ദേവതാ സങ്കല്പമാണ് ഈ കുട്ടിച്ചാത്തൻ എന്നുള്ളത്. പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഈ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഐതിഹ്യങ്ങൾക്ക് പൊതുവായ ഒരു അടിസ്ഥാനമുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഉത്ഭവം കല്ലടിക്കോട് കരിമല തന്നെയായിട്ടാണ് പറയുന്നത്. ചക്കിരമൺ ഇളംപ്ലാവിൻ്റെ ചുവട്ടിൽ കരിനീലി എന്ന ദേവത കാഞ്ഞിരക്കുറ്റിക്ക് മറവിലിരുന്ന് പ്രസവിച്ച ആൺകുട്ടിയാണ് ഈ കരിങ്കുട്ടി സങ്കല്പം എന്നാണ് ആ ഒരു വിശ്വാസം. പിന്നെ കാളകാട്ടെ കരിങ്കുട്ടിയെക്കുറിച്ചാണ് വേറൊരു പ്രാചീന ഐതിഹ്യമുള്ളത്. അവിടെ ശാസ്തപ്പനായിട്ടും അല്ലെങ്കിൽ കാളകാട്ടില്ലത്തെ കൃഷ്ണൻകുട്ടിയായിട്ടും കരിങ്കുട്ടിയായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ കാളകാട്ട് ഇല്ലത്തിൽ ധർമ്മദൈവമായിട്ടാണ് കരിങ്കുട്ടിയെ ആരാധിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായിട്ട് ചന്ദ്രനല്ലൂർ ഭഗവതിയാണ് അവിടെ ഉണ്ടെങ്കിലും വലതുഭാഗത്ത് ശാസ്തപ്പനാണ് സ്ഥാനം. നമ്മുടെ ശബരിമല നോക്കിക്കഴിഞ്ഞാൽ മാളികപ്പുറത്തമ്മയുടെ വലതുവശത്ത് ശാസ്താവ് ഇരിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. കൊയ്ത്തും മെതിയും നടത്തുക, ഇരിക്കൂർ നഗരം ദഹിപ്പിക്കുക, ചെമ്പൻകാളയെ തിന്ന് ശിക്ഷ വാങ്ങുക, സ്വന്തം തറവാടിന് തീയിടുക എന്നൊക്കെ ഉള്ള കുറേ കഥകൾ ഈ കാളകാട്ടില്ലത്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കരിങ്കുട്ടിയെ പറയുന്നത്. എങ്കിൽ പല ചരിത്രകാരന്മാരും പറയുന്നത് അതൊരു പുരാണമല്ല. അതിലിപ്പോൾ കുട്ടിച്ചാത്തൻ തെയ്യം തന്നെ നോക്കുമ്പോൾ പറയുന്ന കാളകാട്ടെ മന്ത്രവാദി എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ ഉപാസന ദേവതയായിരുന്നു ആ ചാത്തൻ, അല്ലാതെ അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയോ അങ്ങനെയായിട്ടൊന്നും അല്ല എന്നാണ് പലരും പറയുന്നത്. പിന്നെ അതെല്ലാം ഒരു വിശ്വാസമാണ്. പിന്നെ ബാക്കിയുള്ള വിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇന്ന് കരിങ്കുട്ടിയുടെ തന്നെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് സംസ്കൃത മന്ത്രവും അതുപോലെ നമ്മുടെ ഭാഷാമന്ത്രവും പ്രയോഗങ്ങളും ഒക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരാൾ നമുക്ക് ഇത് തന്നതാണ്. എനിക്ക് ആ ഗ്രന്ഥത്തിൽ ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങളോടായിട്ട് അത് ഞാൻ പറയുന്നു. ആദ്യത്തെ തന്നെ സംസ്കൃത മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ വികൃത ഋഷി തൃഷ്ടുപ് ചന്ദ കരിങ്കുട്ടിച്ചാത്തൻ ദേവത രം ഇത്യാദി ബീജങ്ങൾ കൊണ്ട് ഷഡംഗന്യാസമാണ്. അത് ഷഡംഗന്യാസം എഴുതി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞ് ധ്യാനമാണ്. ധ്യാനം തന്നെ 2 വിധാനത്തിലുണ്ട്, ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയാണ്. ഒരു ധ്യാനം ഇങ്ങനെയാണ്: നാനാരത്ന കിരീടോജ്വല മകുടമഹാ കുണ്ടലാംഗണ്ഡമാല ഹസ്തേ വേത്രച്ഛ ചർമ്മം തരിവളവിലസത് കിങ്കിണീ ചിത്രഭവ്യാത് കളം കാളാംബുദാസ്യാം ത്രിനയനരസിതം സ്വർണ്ണസിംഹാസനസ്ഥം ഭക്തനാം ഇഷ്ടദായി മുനിമനസിനുദം കൃഷ്ണകുക്ഷിം നമാമി. അങ്ങനെ ഇത് കൃഷ്ണകുക്ഷി കരിങ്കുട്ടിയെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്കൃതത്തിലേക്ക് ആചാര്യന്മാർ അത് മാറ്റിയതാണ്. എന്തായാലും ഇതൊരു പ്രാചീന ശാബരം എന്നുള്ള വാക്ക് തന്നെ കാടെന്നാണ് ശബരം എന്നുള്ളത്. അവിടുന്ന് വന്ന മന്ത്രങ്ങളാണ്. അത് ഉപാസകരെ സംസ്കൃതത്തിലേക്ക് വീണ്ടും മാറ്റിയതാണ്. ഇതേപോലെ തന്നെ ഒരേ ധ്യാനം തന്നെയാണ് രണ്ടാമത്തെ. അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അർത്ഥം ഇങ്ങനെയാണ്: നാനാരത്നങ്ങൾ അലങ്കരിച്ച കിരീടവും മഹാകുണ്ടലങ്ങളും മാലകളും ധരിച്ച് കൈകളിൽ വടിയും ചർമ്മവും ഏന്തി കിങ്ങിണികളുടെ ശോഭയോടെ കറുത്ത മേഘാസനമായ ദേഹവർണ്ണവും അതുപോലെ ത്രിനേത്രങ്ങളും ഉള്ളവനായി സ്വർണ്ണസിംഹാസനത്തിലിരിക്കുന്ന കരിങ്കുട്ടിച്ചാത്തനെ ധ്യാനിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇതിൽ കാണാം മറ്റ് സംസ്കൃത മന്ത്രങ്ങൾ പോലെ തന്നെ ധ്യാന ശ്ലോകങ്ങളിലും സ്വർണ്ണസിംഹാസനത്തിലിരിക്കുന്ന ഒരു ദേവതാഭാവത്തിലേക്ക് ചാത്തനെ വർണ്ണിക്കുന്നു. ഇനി ഇതിൻ്റെ മൂലസേവാ മന്ത്രമായിട്ട് നമ്മളത് കണ്ടത് ഇങ്ങനെയാണ്: ഓം രൂം കരിങ്കുട്ടിച്ചാത്തായ ചുവായ നമ. ഇങ്ങനെയാണ്. പിന്നീട് സേവാക്രമങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ലളിതമായിട്ട് പറയാം. മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഷഡ്കർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പബ്ലിക്കലി പറയാനുള്ളത് ഇപ്പോൾ പറയാം. മറ്റുള്ളത് പ്രൈവറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. PDF ഡൗൺലോഡ് ചെയ്ത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണുന്ന രീതിയിൽ ഇടുന്നതാണ്. ഇങ്ങനെയാണ് സേവാക്രമം. പൂജാമുറിയിൽ ഒരു ചാൺ ഉയരമുള്ള ദാരുപീഠത്തിൽ കുറുമ്പുല്ല് വിരിച്ച് അതിൽ കാഞ്ഞിരവടി, തീക്കനൽക്കൊള്ളി, പൂത്തോട്, പച്ചക്കൊട്ട, കൊട്ടയ്ക്കുള്ളിൽ ഒരു കല്ല് എന്നിവ വെക്കണം. തുമ്പ, ചെമ്പരത്തി, തുളസി എന്നീ പൂക്കൾ കൊണ്ട് പീഠത്തിൽ പൂജ ചെയ്യണം. അതിനുള്ള ഗുരുമന്ത്രം, ഗണപതി മന്ത്രം, പിന്നെ മറ്റ് പൂജാമന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ട്.
പിന്നീട് ആവാഹന മന്ത്രം ഓം രൂം യൂം ഗളകണ്ഠ ഗണ്ഡ കരിങ്കുട്ടിച്ചാത്ത രൂം യൂം ആഗച്ച ആഗച്ച ആവാഹയാമി എന്ന് ചൊല്ലി ആവാഹിച്ച് അനുഷ്ടുപ് ഛന്ദസ്സിൽ കുട്ടിച്ചാത്തനെ സങ്കല്പിച്ച് ജലാദികൾ കൊണ്ട് പൂജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ഹവിസും മാംസവും ഒക്കെ നിവേദിച്ചുള്ള വിധിയാണ്. അത് പ്രൈവറ്റായിട്ട് പറയുന്നതാണ്, ഇതിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല. പിന്നെ വേറെ ഇതിനായിട്ട് തന്നെ വേറൊരു ഉപാസനാ മന്ത്രവും കൂടി പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഓം മഹാമേരു പർവ്വതത്തിന്മേൽ കൽപ്പവൃക്ഷത്തിൻ്റെ വടക്കേ കോണിൽ വടക്ക് ശിഖരത്തിന്മേൽ പൊൻപീഠത്തിന്മേൽ പൊൻപുടവയുടുത്തിരിക്കുന്ന മൂതാദേവി പെറ്റ മകനെ, നെടിയവനായി കുറിയവനായി ഇരിക്കുന്ന നീ പോത്തിനെയും മേച്ച് കരടിക്കൂട്ടത്തിൽ നീയും നിന്റെ ചങ്ങാതികളുമായി കളിച്ചു നടക്കുന്ന കരിങ്കുട്ടിച്ചാത്ത, ഞാൻ ചൊല്ലിയിടത്ത് വന്ന് കല്ലിട്ട് വടിയിട്ട് പടമിട്ട് കയമിട്ട് മണ്ടി മണ്ടി പോന്നുവാ കരിങ്കുട്ടിച്ചാത്ത, നിന്നെയും എന്നെയും പേർ ചൊല്ലാതെ നിൻ കൈയും എൻ കൈയും കൂട്ടിപ്പിടിച്ച് നീയും നിന്നുടെ ചങ്ങാതികളുമായി പോന്നു ചൊല്ലുക കരിങ്കുട്ടിച്ചാത്ത വാ. ഇങ്ങനെ ഉള്ള ഒരു ചൊല്ലി മന്ത്രമാണ്, തോറ്റം പോലെ വിളിക്കുന്നതാണ്. ഇതിനും ഉപാസനാ മന്ത്രം തന്നെ ആയിട്ടാണ് പറയുന്നത്. ഇതിനും വിധികളുണ്ട്. അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ ഇത് ജലത്തിൽ നിന്ന് സേവ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 41 ദിവസം സേവ ചെയ്യുമ്പോൾ സിദ്ധമാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, സേവാനിഷ്ഠയിലിരിക്കുമ്പോൾ സ്വന്തം തലയ്ക്ക് മീതെയുള്ള സ്വർണ്ണപ്രകാശഗോളത്തിൽ നിന്ന് വെളിച്ചം ഹൃദയത്തിലെ താമരയിലിരിക്കുന്ന ചാത്തൻ സ്വാമിയിലേക്ക് എത്തുന്നതായിട്ട് ധ്യാനിച്ചു വേണം ഈ മൂലമന്ത്രവും ഉപാസനാ മന്ത്രവും ജപിക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളോട് പറയുന്ന ധനധാന്യ സമൃദ്ധിക്കും ആകർഷണത്തിനുമുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയാം. ഉച്ചാടനവും സ്തംഭനവും മാരണവും പ്രൈവറ്റായിട്ട് വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്തിട്ട് കാണാവുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ധനധാന്യ സമൃദ്ധിക്ക് ഇങ്ങനെയാണ്: ഓം ആം ഹ്രീം ക്രോം കരിങ്കുട്ടിച്ചാത്ത ധനധാന്യ സമൃദ്ധി മേ ദേഹി ദബായ സ്വാഹ എന്ന മന്ത്രം കൊണ്ട് 40 ദിവസം പാലിൽ മുക്കി 3000 തവണ പുഷ്പാഞ്ജലി ചെയ്താൽ വലിയ ധനസമൃദ്ധി ഉണ്ടാകും. തേങ്ങ, മലർ, തർപ്പണം, അപ്പം, അട, അവിൽ, ഹവിസ്, ശർക്കര, കദളിപ്പഴം എന്നിവ ത്രിമുദ്രത്തിൽ കുഴച്ച് 10,000 ഹോമിച്ചാൽ കുബേരസമനായ ഐശ്വര്യം ലഭിക്കും. ഈ മന്ത്രത്താൽ നിത്യവും 10,000 ജലതർപ്പണം ചെയ്താൽ 10 തലമുറയ്ക്കുള്ള ധാന്യം ലഭിക്കും. സർവ്വ സാത്വിക പ്രയോഗങ്ങളാണ്. സാത്വികമെന്ന് പറയുന്നില്ല, മധ്യമമായിട്ടാണ്. മാംസവും പറയുന്നുണ്ടായിരുന്നു. ഇനി ആകർഷണത്തിനാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്: ഓം ആം ഹ്രീം ക്രോം കരിങ്കുട്ടിച്ചാത്ത ദേവദത്തം ആകർഷയ ക്രോം ഹ്രീം ആം സ്വാഹ. അതിൽ ദേവദത്തം എന്നുള്ള ആളുടെ പേരാണ്. അത് ചൊല്ലി ശർക്കരപ്പായസം ഹോമിക്കുകയോ തേടിൽ മുക്കി കരവീര പുഷ്പങ്ങൾ അരളിപ്പൂവ് ലക്ഷം ഹോമിക്കുകയോ ചെയ്താൽ വശം വരുമെന്നാണ് പറയുന്നത്. ഇനി മാരണവും ഉച്ചാടനവും സ്തംഭനവും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് വളരെ കുറച്ച് ഗോപ്യമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് പറയാത്തത്. അതുപോലെ കർമ്മങ്ങളും കുറച്ച് ഉഗ്രമായിട്ടാണ് കാണുന്നത്. അത് മറ്റ് ശത്രുവിൻ്റെ അവിടെ ബാധയായി പോകുന്നതും ശത്രുവിൻ്റെ ഗ്രഹത്തിൽ കല്ലെറിയുന്നതുമായുള്ള കർമ്മങ്ങളാണ് ഗ്രന്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളോട് വേറെ കരിങ്കുട്ടിയുടെ ഇതുപോലുള്ള ഭാഷാമന്ത്രങ്ങൾ, അതുപോലെ മലബാർ സമ്പ്രദായത്തിലുള്ള ഉപാസനാ മന്ത്രങ്ങൾ 10ഉം 15ഉം വേറെ തരത്തിലുള്ള മന്ത്രങ്ങൾ കാണുന്നു. അതിലെ 2 മന്ത്രങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതിലൊരു കരിങ്കുട്ടി ഉപാസനാ മന്ത്രം ഇങ്ങനെയാണ്: ഓം അർക്ക ഋഷി ആദി ജഗതിച്ഛന്ദ മഹാകരിങ്കുട്ടി ദേവത ഓം ശ്രീം ക്ലീം സൗ ഓം ഹും ഫൾ സ്വാഹ ഓം കൃഷ്ണായ കൃഷ്ണവർണായ ജനായ ജനവല്ലഭായ ഓം കൃഷ്ണവർണായേ സ്വാഹ ഓം കുട്ടി കരിങ്കുട്ടി നിന്നെ ഞാൻ അറിഞ്ഞവണ്ണം പഠിച്ച് സേവിക്കുമ്പോൾ നീ എനിക്ക് വശമായി എൻ വലം ചുമലിന്മേൽ കുടിയിരിക്കുക ഓം ആദിമൂല ശ്രീ പരമഗുരുവേ സ്വാഹ ഹും ഫൾ സ്വാഹ. ഇതും ഒരു ഉപാസന അതുപോലെ പ്രയോഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ്. അടുത്ത ഒരു മന്ത്രം: ഓം നമോ ഭഗവതേ ഓം കല്ലടിക്കോടൻ മൽമേൽ കരമ്പാത്തിന്മേൽ കരിങ്കാളി പെറ്റ പൊന്മകനെ കരിങ്കുട്ടിച്ചാത്ത നിന്നെ ഞാൻ നനയ്ക്കുമ്പോൾ ഞാൻ നിരന്തകാര്യം എനിക്ക് വലംഭാഗം നിന്ന് അഭയം പറയിപ്പിച്ച് തരിക സ്വാഹ. ഈ മന്ത്രമെല്ലാം നിത്യം സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും സന്ധ്യയ്ക്കും ജപിക്കുന്ന മന്ത്രങ്ങളാണ്. ഉരുവൊക്കെ ഗുരുപദേശം പോലെയാണ് അതിൻ്റെ ജപിക്കേണ്ടത്. അതുപോലെ അതിന് നിവേദ്യങ്ങളായിട്ട് വെക്കേണ്ട സാധനങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കരിങ്കുട്ടിച്ചാത്തിൻ്റെ മന്ത്രങ്ങൾ പറയുന്നത്. ഇനി നിങ്ങളോട് കുറച്ച് ചരിത്രപരമായ കാര്യങ്ങളൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പറഞ്ഞത് കാളകാട്ടില്ലത്തിനെക്കുറിച്ചും കാളകാട്ടെ ഉപാസനാമൂർത്തിയായ കരിങ്കുട്ടിയെക്കുറിച്ചും. ഇനി നമുക്ക് തെക്കൻ മലബാറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുട്ടിച്ചാത്തനെ പ്രധാനമായും ഒപ്പം നിർത്തി പൂജിക്കുന്ന ഒരു സേവാമൂർത്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ മറ്റ് മഠങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരുശക്തി എന്ന പേരിൽ ആർക്കും പൂജിക്കാൻ വേണ്ടിയൊക്കെ കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അത് മഠങ്ങളിലെ അത് നിവേദ്യങ്ങളും ഒക്കെ ചാത്തനെ പൂജിക്കുന്ന രീതി അവരുടെ തന്നെയാണ് മറ്റുള്ളവരും കൊടുക്കുന്നത്. പിന്നെ ഈ ചാത്തൻ്റെ തന്നെ ഈ തത്വങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 390 ചാത്തന്മാരെന്നാണ് പറയുന്നത്. 400-ൽ 10 കുറേ എന്നാണ്. അതിൽ ഈ 10 കുറേ എന്നുള്ളത് ചിലർ പറയുന്നത് 10 കൂടുതലാണ്, 410 ചാത്തന്മാരെന്നാണ് പറയുന്നത്. എങ്കിലും ഭൂരിപക്ഷം എല്ലാവരും പറയുന്നത് 10 കുറഞ്ഞ് 390 ചാത്തന്മാരെന്നാണ് അഭിപ്രായമുള്ളത്. ഇനി ഈ ചാത്തന്മാർ ആരൊക്കെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന 5 തത്വങ്ങളുള്ള ചാത്തന്മാരായിട്ട് പറയുന്നത്. ഒന്ന് കരിങ്കുട്ടിയാണ്. അത് ഭൂമി തത്വമാണ് ഏറ്റവും മൂത്തവനായിട്ട് കാണുന്നത്. അത് കരിനീലിയുടെ മകനാണ്. വിഷ്ണുമായ മായച്ചാത്തൻ്റെ സഹോദരനും വലം കൈയുമായിട്ടാണ് കാണുന്നത്. കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ പോത്ത് വാഹനവും തെക്കേ മലബാറിലെ കാളയുമാണ് വാഹനമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതുള്ളത് നീർക്കുട്ടിയാണ്. അത് ജലതത്വമാണ്.
ആ നീർക്കുട്ടി എന്നുള്ളത് വെള്ളത്തിൽ വസിക്കുന്ന ദേവത, അല്ലെ ചാലക്കുട്ടി എന്നുമൊക്കെ അറിയപ്പെടുന്ന ഒരു മൂർത്തിയാണ്. പിന്നുള്ളത് തീക്കുട്ടിയാണ്. അത് അഗ്നി തത്വമാണ്. രംബീജം, അത് കരിങ്കുട്ടി, അത് കാളകാട്ട് മനയ്ക്ക് കരിങ്കുട്ടി തീ ഇട്ടപ്പോൾ കിട്ടിയ പേരാണെന്ന് പറയുന്നുണ്ട്. അത് കരിങ്കുട്ടിയുടെ വേറൊരു ഭാവമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇത് വേറെ തന്നെ ഒരു മൂർത്തിയാണെന്നും മറ്റേ ഉപാസകർ വിശ്വസിക്കുന്നുണ്ട്. പിന്നുള്ളത് പറക്കുട്ടിയാണ്. അത് വായുതത്വം, പറവക്കുട്ടി എന്നും അത് ഗരുഡൻകുട്ടി എന്നും, അല്ലാതെ പറയരെന്ന് പറഞ്ഞ സമുദായം ദേവത വെച്ച് ആരാധിച്ച ഒരു മൂർത്തിയായിട്ടുമൊക്കെ പറയുന്നുണ്ട്. പക്ഷിപീഡ സർപ്പദോഷ പരിഹാരത്തിന് ഈ മൂർത്തിയെ ഉപയോഗിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. പിന്നുള്ളത് പൂക്കുട്ടിയാണ്. അത് പൂ പോലെ ആകാശതത്വമാണ്. വളരെ കരം കുറഞ്ഞ അങ്ങനെയുള്ള ആകാശതത്വമാണ്. തല പൂവ് പോലെ ഇരിക്കുന്നതിലാണ് ഈ പേര് വന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ 5 കുട്ടികൾ പഞ്ചഭൂത തത്വവും അവരെ കൂടാതെ തന്നെ ആദിക്കുട്ടി, അനാദിക്കുട്ടി, സ്ത്രീധനക്കുട്ടി, പിന്നെ ഈ മുസ്ലിം സമുദായക്കാർ ഉപാസിച്ച ഉമ്മൂമ്മക്കുട്ടി, ചേക്കുട്ടി, അതൊക്കെ വളരെ ഉഗ്രമായ അവരുടെ ഒരു ഉപാസനാ പദ്ധതിയിലേക്ക് മാറ്റിയെടുത്ത ചാത്തൻ സങ്കല്പങ്ങളാണ്. പിന്നെ ഒടിയന്മാരുടെ ഒടിക്കുട്ടി, പിന്നെ ഈ വെടിക്കെട്ടുകാർ ഉപയോഗിക്കുന്ന വെടിക്കുട്ടി, ഉച്ചത്തിൽ സൗണ്ട് കേൾക്കാൻ വേണ്ടി, ഹനുമാൻകുട്ടി, ഗണപതിക്കുട്ടി, ഇങ്ങനെ എല്ലാ ശക്തികളുടെയും ദേവതകളെ ചേർത്ത് ഒരു ചാത്തൻ സങ്കല്പം കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ അത് കല്ലടിക്കോടൻ സാധനയും അതിൻ്റെ ഒരു ഐതിഹ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ രീതിയിൽ എപ്പോഴും കൂളിവാക അവിടെ പരമശിവനിൽ നിന്ന് ഉണ്ടായ മകനായിട്ടാണ് പറയുന്നത്. അതുപോലെ കല്ലടിക്കോടൻ രീതിയിൽ വളരെ കഠിനമായ 7 വർഷത്തെ ഉപാസനയുടെ മാത്രമേ ചാത്തനെ വശത്താക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. പിന്നെ ചില പ്രത്യേക രീതികളിൽ അവിടെ പറയുന്നുണ്ട്, ഈ എരുമ പ്രസവിച്ചാൽ ആദ്യത്തെ പാല് കുടിക്കാൻ വരുന്ന കുട്ടിച്ചാത്തൻ തൻ്റെ വടി മാറ്റി വെക്കാറുണ്ടെന്നും ആ സമയം ഒളിച്ചിരുന്ന് ആ വടി എടുത്ത് വെള്ളത്തിൽ ചാടണമെന്നും വടി തിരികെ വേണമെങ്കിൽ വലംഭാഗമായി നിന്ന് നനച്ച നേരത്ത് വന്ന് കാര്യം ചെയ്ത് തന്നാൽ വടി തരാമെന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചാൽ ചാത്തൻ വശമാകുമെന്നൊക്കെയുള്ള ഒരു മലബാര സമ്പ്രദായത്തിലെ കർമ്മങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് ചത്ത പോത്തിനെ വെച്ച് മലബാര രീതിയിൽ കർമ്മം കൊടുത്ത് കാത്തിരുന്ന് ചാത്തൻ വന്ന് ആ വടിയെടുത്ത് വീണ്ടും സത്യം ചെയ്യിപ്പിക്കുന്ന അങ്ങനെ പലവിധ കർമ്മങ്ങളും പറയുന്നത് കേൾക്കാം. എങ്കിലും 7 വർഷം നീണ്ട കഠിന സാധനയായിട്ടാണ് പൂർണ്ണ സിദ്ധിക്ക് പറയുന്നത്. പിന്നെ വിവസ്ത്രനായി ഇരുന്ന് ഉപാസിക്കണമെന്നും അതിനകത്ത് ഒരു നിബന്ധനകൾ പറയുന്നുണ്ട്. അതിൽ ചാത്തനെ പിടിക്കുകയല്ല, ചാത്തനെ പഠിച്ച് സേവിക്കുന്നതിനെ ഒരു തത്വമായിട്ടാണ് ഈ നഗ്നനായിട്ടിരുന്ന് ഈ ചാത്തൻ്റെ വടിയെടുക്കുക എന്നുള്ളതെന്നൊക്കെ ആചാര്യന്മാർ പറയുന്നുണ്ട്. പിന്നെ ഈ മലയര സമുദായത്തിനും അതുപോലെ ഈ ശബരിമലയ്ക്കും ഈ കരിങ്കുട്ടിക്കും ഒക്കെ വളരെ ബന്ധങ്ങളുള്ളതായിട്ട് പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഈ മുണ്ടക്കയത്തുള്ള വള്ളിയങ്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു കരിങ്കുറ്റിയാൻ എന്ന ദേവത, അത് മലയരയരുടെ കുലദൈവമാണെന്നും അത് അയ്യപ്പൻ്റെ സഹോദരനാണ് ഈ കരിങ്കുറ്റിയാൻ എന്നും ഒക്കെ ഒരു വിശ്വാസമുണ്ട്. എങ്കിലും ഈ കയ്യിലെ ചൂരൽവടിയും ആ രൂപഭാവങ്ങളും ഒക്കെ ശബരിമലയിൽ അടുത്ത കാലം വരെ നിന്നിരുന്ന വെള്ളംകുടി എന്ന ആചാരവും ഒക്കെ പരിശോധിച്ചാൽ ഈ കരിങ്കുറ്റിയാനും കരിങ്കുട്ടിച്ചാത്തനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു രീതികളിൽ ഒരു ചരിത്രപരമായുള്ള കണ്ടെത്തലുകൾ. പിന്നീട് പല ഉപാസകർക്കൊക്കെ ഇതിനെക്കുറിച്ച് വളരെ അറിവ് കാണും. നമ്മൾ ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നേ ഉള്ളൂ. നമുക്ക് ഉപാസനയെക്കുറിച്ച് കരിങ്കുട്ടിയുടെയും വിഷ്ണുമായുടേതും കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള റെഫറൻസിൻ്റെ പഠന സംബന്ധമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. ഇനി മെമ്പേഴ്സിനായിട്ട് ഈ മറ്റ് ഉച്ചാടനം, സ്തംഭനം, മാരണം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അത് ഉപാസകർക്ക് വേണ്ടിയാണ്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അറിവ് മറച്ചു വെക്കുന്നില്ല. അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നമസ്കാരം.